തീർന്നില്ല. അതുകൊണ്ട് മാത്രം തീർന്നില്ല. പിന്നെന്താ പറയുന്നത് നോക്ക്, പിന്നെന്താ പറയുന്നത്? എന്ത്? പിന്നെ കളവ്. ആരുടെ പേരിൽ? ഹുസൈൻ സലഫിയുടെ പേരിൽ. ഹുസൈൻ സലഫിയുടെ പേരിൽ കളവ്. പിന്നെ ആകെ ഈ മുസ്ലിയാക്കന്മാര് അല്ലാത്തവരെ വിളിച്ച് തേടാൻ, പുത്തമ്പള്ളി വലിയനെയോ അല്ലെങ്കിൽ ആരെ വിളിച്ച് തേടാനും ഞങ്ങളെടുത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുവരും ഒരു ദുർബല ഹദീസ്. യാ ഇബാദല്ലാഹി ഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. ദുർബലമായ ഹദീസാണ്. അതിലെ വർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായ ഒരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ചയുള്ളത്? പിന്നെന്ത് ചർച്ചയുള്ളത്? ഈ ദുർബല ഹദീസിനെ പറ്റി പിന്നെന്ത് ചർച്ചയാണ്? ഇനി ഇത് ചർച്ച ചെയ്യാൻ സൗദിയിലേക്ക് പോണോ? ഇത് ചർച്ച ചെയ്യാൻ ഗൾഫ് പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോണോ? ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് പോണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെന്ത് ചർച്ചയുള്ളത്? ഹദീസ് തന്നെ ദുർബലല്ലേ? പിന്നെ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയുണ്ടോ? ചർച്ചയില്ല. മുജാഹിദികൾക്ക് ചർച്ചയില്ല. മുജാഹിദികളിൽ അല്ലാത്ത വല്ലവരും ഉണ്ടെങ്കിൽ അവർ ഒരു വിഷയം ചർച്ച ചെയ്തേക്കും. കാരണം അവർക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. പുത്തമ്പള്ളി വലിയ വിളിച്ചാ ശിർക്കല്ല എന്ന് സ്ഥാപിക്കേണ്ടതുണ്ട്. മുനമ്പത്തെ ബീവി വിളിച്ചാ ശിർക്കല്ല എന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുജാഹിദുകൾക്ക് ചർച്ച വേണ്ട. കാരണം അത് ദുർബലമാണ്, അത് വാറോലയാണ്, അത് അസ്വീകാര്യമാണ്. ആ വിഷയത്തിൽ ചർച്ചയില്ലേ ഇല്ല. മുജാഹിദുകൾക്ക് ചർച്ചയില്ല. ഹുസൈൻ സലഫിയുടെ കാസറ്റ് ഇട്ട് അത് കൂടുതലുണ്ട്, കൂടുതൽ കേൾപ്പിക്കാൻ സമയമില്ല. പിന്നീട് നമ്മൾ കാസറ്റ് കാണുമ്പോൾ നിങ്ങൾ കണ്ടോളൂ. ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസാണ്, അത് ഇനിയും ചർച്ചക്കെടുക്കണം എന്നല്ല ഈ ഉള്ളവൻ പറഞ്ഞത്. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പണ്ട് ദുർബലമാണ്, ചർച്ച വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ ചർച്ച വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്നും ഇന്നും പറയുന്നു അത് ദുർബലം തന്നെ. മുൻഗാമികൾ കൊടുത്ത മറുപടിക്കപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട. ചർച്ച വേണ്ട. ഇനി അതല്ല, ആ വ്യാഖ്യാനത്തിൽ അപകടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ശിർക്കാരോപണം വരുന്നത്. അപ്പൊ ഒരു കൂട്ടരുടെ പേരിൽ ശിർക്കാരോപിക്കുമ്പോൾ മറുപക്ഷവും അടങ്ങി നിൽക്കുന്നില്ല. ഞങ്ങളിൽ ശിർക്കില്ല എന്നും പറയേണ്ടി വരുന്നു. അപ്പോൾ പിന്നെയും പ്രശ്നമാകുന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉള്ളവൻ സംസാരിച്ചത്. എങ്കിൽ ഇതിനെപ്പറ്റി ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ, ശിർക്കുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലുള്ള ചർച്ച, അതേ നമുക്കിടയിൽ അത് തീരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതിലും ആസ്വദിക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആലിമീങ്ങളെ കണ്ടുകൂടെ, ഒന്ന് ചർച്ച ചെയ്തുകൂടെ? ഇതാണ് ഈ ഉള്ളവൻ ചോദിച്ചത്. ഇപ്പോഴും അതാണ് ആവർത്തിക്കാനുള്ളത്. അപ്പൊ സഹോദരന്മാരെ, ആ നിലക്ക് തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റിയിട്ട് എന്ത് വേണം നാം തെറ്റിദ്ധാരണകളിൽ അകപ്പെടാതെ ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ഇപ്പോഴും അതാ എനിക്ക് പറയാനുള്ളത്. ശിർക്കിനെതിരെയുള്ള നമ്മുടെ പോരാട്ടം, ബിദ്അത്തുകൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം ഭിന്ന സ്വരങ്ങളില്ലാതെ നാം മുന്നേറിക്കൊണ്ടിരിക്കണം.